ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ ജീപ്പിനെ റീവർക്കാണ്. അതായത് ഞാൻ 2022 എന്തോ ചെയ്തൊരു പ്രോജക്റ്റാണ്. അത് തട്ടിക്കൂട്ടി ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ നമുക്ക് ഇതെന്തായാലും ഇതിനെ ഒന്ന് പക്കയാക്കി റീസ്റ്റോർ ചെയ്തെടുക്കണം. അതായത് മൊത്തത്തിൽ ഇത് കളർ ചേഞ്ച് വരെ ഉൾപ്പെടെ നമുക്കത് പക്കയാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ്. അപ്പോൾ ഈ ജീപ്പിനെ എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കണം. അതായത് കളർ ചേഞ്ചും ചെയ്യണം, നമുക്ക് ലിഫ്റ്റ് ചെയ്യണം വണ്ടി, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്ത് നമുക്ക് എന്തായാലും ഒരു ഫൈനലായിട്ടൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് തന്നെ ആണ്. ഇത് നമ്മുടെ ജീപ്പിൻ്റെ പാർട്സുകൾ റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പിനി വീല് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ബോഡിയും ചേസും നമ്മൾ സ്ക്രൂ ചെയ്താൽ വെച്ചിരിക്കണം. അപ്പോൾ സ്ക്രൂ റിമൂവ് ചെയ്ത് നമ്മുടെ പാർട്സ് ആക്കിയിട്ടുണ്ട്. ചേസും ബോഡിയും പാർട്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ചേസിൽ നിന്ന് ഈ ടയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യണം. ടയറെല്ലാം റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ജീപ്പിനെ പാർട്സ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ചേസ് വർക്കണത് ചേസിൽ നമുക്ക് ടയർ റൊട്ടേറ്റർ ചെയ്യണം, പിന്നെ ടയറിനെ കട്ട് ചെയ്ത് ടയറിന് ശരിയാക്കണം, അതുപോലെ തന്നെ സസ്പെൻഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മൾ ടയറിനെ മറ്റേ ഹോൾഡറോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടയർ ഇതേപോലെ എടുത്ത് ക്ലിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ടയർ ടേൺ ചെയ്യണ സെറ്റപ്പാണ്. അത് നമുക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ടയർ ടേൺ ചെയ്യണ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബാക്കിൽ സസ്പെൻഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിലെ ടയർ സ്റ്റേയും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കിലെ ടയറിന്റെ സ്റ്റേയും പക്കയാക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ടയറിന്റെ അകം ഒന്നുകൂടെ കട്ട് ചെയ്ത് ഒന്നുകൂടെ താഴേക്ക് ആക്കണം. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഫൈനലി ടയറിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ടയറൊക്കെ പക്കയായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് കട്ട് ചെയ്ത് നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ടയർ പോലെ ആക്കിയിട്ടുണ്ട്. ബോഡി വർക്കാണ്. അത് ബോഡിയിൽ കുറച്ച് പെയിൻറ് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ്, പിന്നെ ഫ്രണ്ട് ഗ്ലാസ്, അതേപോലെ സൈഡ് മിറർ, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് പെയിൻറ് നമുക്ക് ബ്ലൈഡ് ഇട്ട് ടച്ച് ചെയ്ത് കളയണം. അതിപ്പോൾ ചെയ്ത് നോക്കാം. പെയിൻ്റൊക്കെ ടച്ച് ചെയ്ത് കളഞ്ഞു നമ്മൾ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ ഇത് പഴയ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഗ്ലാസ് മാറ്റി നമുക്ക് പുതിയ ഗ്ലാസ് വർക്ക് ചെയ്യണം. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫോറക് ഷീറ്റ് വേണം. എന്നിട്ട് പഴയ നമുക്ക് ഗ്ലാസ് ഇട്ട് മേളിൽ വെച്ചിട്ട് നമുക്ക് വരച്ചിട്ട് ഫ്രണ്ട് ഗ്ലാസ് ഏകദേശം ഇതുവരെ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. സ്കെയിൽ വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് പ്രോപ്പറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 സൈഡ് വ്യൂ മിററാണ്. അത് നമുക്ക് കട്ട് ചെയ്യാം. സൈഡ് വ്യൂ മിറർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് ആണ് ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റിയറിംഗ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് റിംഗ് റെഡി ആയിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ ഇന്നർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അതിൽ നമ്മളൊരു നീഡിലിട്ടിട്ട് നമ്മളിത് സ്റ്റിയറിംഗ് പോലെ പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ബോഡിയിൽ നമുക്ക് സൈഡ് സ്റ്റെപ്പ്, സീറ്റ്, പിന്നെ സ്പീഡോമീറ്റർ, പിന്നെ ഗിയർ കനോപ്പ്, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. ഇത് നമ്മുടെ വണ്ടി ഇരുന്ന സീറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ താഴത്തെ ബോട്ടം പീസ് മാറ്റിയിട്ട് നമുക്ക് പുതിയ ബോട്ടം പീസ് കയറ്റണം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് വീഡിയോ നമുക്ക് നോക്കാം. അങ്ങനെ സീറ്റിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഗിയർ നോബ് സെറ്റ് ചെയ്യണം. ഗിയർ നോബ് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഗിയർ നോബിൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഗിയറിൻ്റെ നോബ് റെഡി ആയിട്ടുണ്ട്. ഇനി വണ്ടിയുടെ സ്റ്റെപ്പാണ് നമുക്ക് റെഡി ആക്കുന്നത്. സ്റ്റെപ്പ് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അങ്ങനെ 2 സൈഡിലെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ വീട്ടിൻ്റെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്യണം. ഫോറക് ഷീറ്റിൽ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അങ്ങനെ സ്പീഡോമീറ്റർ റെഡി ആയിട്ടുണ്ട്. ഫൈനലി സീറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. 2 സീറ്റ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗിയറിൻ്റെ നോബ് അതും റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളത് പക്ക ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡ് സ്റ്റെപ്പും 2 അതും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ആ ഒരു പോർഷൻ എന്തായാലും ഷാസി നമുക്ക് പുട്ടിയിടണം. അതുപോലെ തന്നെ നമ്മുടെ സ്പെയറൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്ത് ബോഡിയും പെയിൻറ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പം നമുക്ക് പുട്ടിയിടലോട്ട് നോക്കാം. അങ്ങനെ ബോഡി ഫില്ലർ യൂസ് ചെയ്താണ് നമ്മൾ പുട്ടിയിടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ പ്രൊസീജിയേഴ്സ് നോക്കാം. പുട്ടിയിട്ട പാർട്സൊക്കെ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ഫിനിഷ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പുട്ടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബോഡിയും ചേസും, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ടയേഴ്സൊക്കെ ഇല്ലേ, ടയേഴ്സ്, അതുപോലെ തന്നെ സൈഡ് സ്റ്റെപ്പ്, സീറ്റ്സ്, ഇതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം.
ഫൈനലി നമ്മുടെ പാർട്സ് ഒക്കെ നല്ലോണം പെയിന്റ് ചെയ്ത് നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ടയേഴ്സും ചേസും മാത്രമേ ഇന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഷാസിൽ ടയേഴ്സൊക്കെ സെറ്റ് ചെയ്ത് പക്കയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെയിന്റഡ് പാർട്സ് ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചേസും ടയേഴ്സും സെറ്റ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ സ്റ്റെപ്പും സീറ്റും പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഗ്ലാസ് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം, തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ സീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യുമ്പോൾ ഈ ഗം വെച്ച് തന്നെയാണ് നമ്മൾ ഇതും ചെയ്യാൻ പോകുന്നത്. ഗമ്മയുള്ള സീറ്റ് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സീറ്റ് വെച്ച് നമ്മൾ ആ ഗം എടുത്ത് ആ ഗം ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് നമ്മൾ ഗം ചെയ്തിട്ടുണ്ട്, അടുത്ത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ബാക്കിൽ നിന്നും ഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗം ചെയ്ത് സീറ്റെല്ലാം പക്കയാക്കി നമ്മൾ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഗ്രില്ലുണ്ടല്ലോ, ഗ്രിൽ അതായത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു സെറ്റപ്പാണ്. അപ്പോൾ അത് നമുക്ക് എന്താണ് ഈ ഗ്രില്ല് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് അതിൽ വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് ആണ് സെറ്റ് ചെയ്യുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ 2 നെറ്റ് ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ ഗ്ലാസ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് പ്ലഗ് ചെയ്ത് നമ്മൾ സൈഡിൽ നിന്ന് കയറ്റി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ് നമ്മളിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ സൈഡ് സ്റ്റെപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വ്യൂ മിറർ, പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മളെ ഗിയർ നോബ്, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പാർട്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വണ്ടിയിൽ വെച്ച് സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാ പാർട്സും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് പറയുമ്പോൾ ചേസും പിന്നെ നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ ഷാസിയും ബോഡി നമ്മൾ സെറ്റ് ചെയ്ത് ഒറ്റ പീസ് ആക്കിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ വെല്ലിസിന്റെ ഓൾമോസ്റ്റ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എലമെന്റ്സ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇത് നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഞാൻ ചെയ്ത ഫ്യൂൽ ക്യാൻ ആണ്. അതായത് ഫ്യൂൽ ക്യാൻ നമ്മളിത് ഫോറക് ഷീറ്റിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ വണ്ടിക്ക് വേണ്ടി ചെയ്ത ഹെഡ്ലൈറ്റ് ആണ്. 2 ഹെഡ്ലൈറ്റ് നമ്മൾ പെയിന്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇത് നമ്മുടെ വില്ലിയിൽ ബാക്കിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെയർ വീലാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫ്യൂൽ ക്യാൻ ഹോൾഡർ ആണ്. ഇത് നമ്മുടെ വില്ലിയുടെ ബ്രാക്ക് ലൈറ്റ് ആണ്. ഇത് ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പാർട്സ് ഒക്കെ എന്താണ് വണ്ടിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യണ വീഡിയോ കാണാം. ഫൈനലി നമ്മുടെ വില്ലിയുടെ ഫുൾ പ്രോജക്റ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മൾ ഇത്രയും സമയം എടുത്ത് ചെയ്തതല്ലേ, അപ്പോൾ എന്തായാലും ഇതിന്റെ ഔട്ട്ഡോർ ഷൂട്ട് നമുക്ക് കാണാം.